ശ്രീകൃഷ്ണാനന്ദത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഉച്ചപൂജയുടെ കളഭാലങ്കാരം ആയിട്ടില്ല, ഞാൻ അതിന് മുമ്പാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സത്സംഗ കൃഷ്ണനെ ഇന്നലത്തെ അലങ്കാരത്തിൽ തന്നെയാണ് ഇന്നും ഓടക്കുവലോതി നിൽക്കുന്ന പൊന്നുണ്ണി കൃഷ്ണനാണ്. പൊന്നുണ്ണി കൃഷ്ണൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരേ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു, നീരജലോചന നിന്നോടായി. ഏതിനു മന്യനെ കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. ഭഗവാനോട് നമ്മളെല്ലാവർക്കും ഉള്ള ഒരേ ഒരു പ്രാർത്ഥന ഇതാണല്ലേ. ആരുടെയും മുമ്പിൽ കുമ്പിട്ട് നിൽക്കാൻ ഇടവരുത്തരുതേ ഭഗവാനെ, തല കുനിച്ച് നിൽക്കാൻ ഇടവരുത്തരുതേ ഭഗവാനെ എന്ന് വീണ്ടും 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 പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നോക്കാം അല്ലേ. ഇന്ന് വളരെ രസകരമായ ഒരു ചോദ്യമാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യമായിട്ട് എനിക്ക് എടുക്കാനുള്ളത്. എനിക്കിത് കേട്ടിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. എനിക്ക് ചിരി വരിക ചെയ്ത്, ചോദ്യകർത്താവിനോടല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കേണ്ട. സുരഭി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, ഗണപതിക്ക് മുമ്പിൽ തലയൊഴിഞ്ഞ് തേങ്ങ ഉടയ്ക്കുമ്പോൾ അത് പൊട്ടുന്നതിൻ്റെ ഫലം ഒന്ന് പറയാമോ? ഞാൻ ഗുരുവായൂർ വന്നപ്പോൾ ഗണപതിക്ക് തേങ്ങ ഉടച്ചു, രണ്ടായി മുറിഞ്ഞു. അപ്പോൾ അടുത്ത് നിന്നൊരമ്മ പറഞ്ഞു, കുട്ടിയുടെ 2 പ്രശ്നങ്ങൾക്ക് മാത്രം പരിഹാരമാവും. തേങ്ങ മൊത്തം പൊട്ടിച്ചിതറിപ്പോയാലേ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നല്ല സമയം വരുള്ളൂ എന്ന്. കേട്ടപ്പോൾ വല്ലാതെ സങ്കടമായി. എനിക്ക് 2 പ്രശ്നം മാത്രമല്ല ഉള്ളത്. ആ അമ്മയോട് ഒരു കാര്യം കൂടി ചോദിക്കായിരുന്നില്ലേ, എനിക്ക് 2 പ്രശ്നമല്ല ഉള്ളത്, എൻ്റെ ഏത് 2 പ്രശ്നത്തിനാണ് പരിഹാരം കിട്ടുക എന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കേണ്ടേ. ഇങ്ങനെ പറയുന്നവർക്കുള്ള മറുപടി അതാണ് കേട്ടോ. നോക്കൂ, ആരുടെ മുമ്പിലാണ് ഈ തേങ്ങ ഉടച്ചത്? അത് ആ അമ്മയുടെ മുമ്പിലൊന്നുമല്ല നമ്മൾ തേങ്ങ ഉടച്ചത്, ഗണപതി തമ്പുരാൻ്റെ മുമ്പിലാണ്. എല്ലാം അറിയുന്ന ഗണപതി തമ്പുരാൻ്റെ മുമ്പിലാണ് നമ്മൾ തേങ്ങ ഉടച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ 2 ബാക്കി എല്ലാ കാര്യങ്ങളും വിടും. എന്നാൽ പിന്നെ എത്ര പ്രശ്നങ്ങളുണ്ട്, അത്രയും പ്രശ്നങ്ങൾ ബൈ 2 എന്ന കണക്കിൽ നമുക്ക് തേങ്ങ ഉടച്ചു നോക്കാം അല്ലേ. ഗണപതി തമ്പുരാനെ തേങ്ങ കൊടുക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കണം എന്നില്ല. പക്ഷേ നമ്മളൊരു തേങ്ങ ഉടയ്ക്കുമ്പോൾ നമ്മൾ 1000 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. ആചാര്യൻ എപ്പോഴും എടുത്തു പറയാറുണ്ട്, കയ്യിലെ എന്താ പറയുക 10 വിരലും കാലിലെ 10 വിരലും ഒന്നും പോരാഞ്ഞിട്ട് നമുക്ക് പിന്നെയും എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ മുമ്പിൽ പോകാമെന്ന്. അദ്ദേഹത്തിനെ നമസ്കരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഇതൊന്നും അല്ല ആഗ്രഹിക്കേണ്ടത്, എനിക്കിതൊന്നും അറിയില്ല പറയാൻ, ഞാൻ തന്നെയാണ് നിൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ നമ്മുടെ കൂടെ വരുന്നു. ഇതേപോലെ തന്നെ അനുഗ്രഹദായകനാണ് ഉണ്ണിഗണപതി. ഉണ്ണിഗണപതിയുടെ അനുഗ്രഹദായകത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കഥ ഈ സ്വയംവരം, രുക്മിണി സ്വയംവരം കഥ പറയുമ്പോൾ ആചാര്യൻ പറയാറുണ്ട് കേട്ടോ. പാർവതീദേവിയെ നമസ്കരിക്കാൻ ചെന്ന രുക്മിണിക്ക് പാർവതീദേവി അനുഗ്രഹം നൽകി. അപ്പോൾ പാർവതീദേവി പറഞ്ഞു, എന്തങ്ങനെ വെറുതെ ഇരിക്കുന്നത്, ഒന്ന് അനുഗ്രഹിച്ചൂടെ നമ്മുടെ രുക്മിണിയെ എന്നിങ്ങനെ മഹാദേവനോട് പറഞ്ഞപ്പോൾ ആ ശരി, നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുമ്പോഴേക്കും ഉണ്ണിഗണപതി ഓടി വരികയാണെന്ന്. എന്താ കാരണം? അനുഗ്രഹിക്കാൻ വൈകിട്ടാണ് അത്ര ഉണ്ണിഗണപതി വരുന്നത്. അപ്പോൾ ഉണ്ണിഗണപതി ഓടി വന്നിട്ട് അപ്പോൾ പാർവതീദേവി കൈവച്ച് ഇങ്ങനെ തടഞ്ഞു അത്രേ. ഇങ്ങനെ ഓടി ചെന്നിട്ട് ആ തുമ്പിക്കൈ കൊണ്ട് ആ മുല്ലമാലയൊന്നും നശിപ്പിക്കരുത്, ആ കുട്ടിയുടെ വിവാഹമാണ് ഇന്ന് എന്ന് പറഞ്ഞു അത്രേ. ഇല്ല അതൊക്കെ ഞാൻ വേണ്ടതുപോലെ നോക്കിയിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വളരെയധികം ആവേശപൂർവ്വമാണ് അത്രേ അദ്ദേഹം അനുഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അനുഗ്രഹിക്കാൻ എത്രയാണ് ഇഷ്ടം ചോദിച്ചാൽ അറിയില്ല, അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഉണ്ണിഗണപതി നമ്മുടെ 2 പ്രശ്നങ്ങൾ മാത്രം എടുത്ത് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് വിശ്വസിക്കുക? നമ്മുടെ ഏത് പ്രശ്നം അദ്ദേഹം എടുക്കുക? ഏറ്റവും ബുദ്ധിമുട്ട് കുറഞ്ഞ പ്രശ്നം നോക്കി പരിഹരിക്കാം. അതൊക്കെ പിന്നെ അവൾ വേറെ ആരോടെങ്കിലും പറഞ്ഞോട്ടെ, മഹാദേവനോടോ മഹാവിഷ്ണുവിനോടോ ഉണ്ണികൃഷ്ണനോടോ ആരോടെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് എളുപ്പമുള്ളത് ഞാൻ എടുത്ത് പരിഹരിക്കാം. അങ്ങനെ വിചാരിക്കുന്ന ഒരു മൂർത്തിയാണോ നമ്മുടെ ഉണ്ണിഗണപതി? ഒരിക്കലും അല്ല കേട്ടോ. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ ഉണ്ട്. ബുദ്ധി ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ആ ബുദ്ധി കൊണ്ട് അദ്ദേഹം നമുക്ക് വേണ്ട പ്രശ്നങ്ങൾ വേണ്ട നേരേക്ക് തരട്ടെ അല്ലേ. ഈ രാജസൂയത്തിൻ്റെ ഒരു പ്രസ്താവന കിട്ടിയിത്രേ പണ്ട് ദ്വാരകയിൽ ഭഗവാന്. അതായത് രാജസൂയത്തിലേക്കുള്ള ക്ഷണം. ആ സമയത്ത് തന്നെയാണ് ജരാസന്ധനാൽ തടവിലാക്കപ്പെട്ട
കുറച്ച് രാജാക്കന്മാരുടെ ദൂതും ഭഗവാന് കിട്ടാനിടയായത്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഭഗവാൻ ആ സഭയിൽ വെച്ച് ഉദ്ധവനോട് ചോദിച്ചു അത്രേ, ഇതിൽ ഏത് പ്രശ്നത്തിനാണ് ഞാൻ ആദ്യം പരിഹാരം കാണേണ്ടത് എന്ന്. അപ്പോൾ ഉദ്ധവർ പറയുന്നത്, നമുക്ക് ആദ്യം രാജസൂയത്തിൽ പങ്കെടുക്കാൻ പോകാം. അവിടെ വെച്ച് ദിഗ്വിജയത്തിനായിട്ട് പോകുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതിൽ ജരാസന്ധനെ വെല്ലുവിളിച്ച് അദ്ദേഹത്തിനെ തോൽപ്പിച്ച് ഈ രാജാക്കന്മാരെ മോചിപ്പിക്കാം. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ എന്താ തോന്നുക, രാജസൂയം എന്ന് പറഞ്ഞാൽ അതൊരു ആഘോഷമാണ്, അതല്ലെങ്കിൽ ഒരു യജ്ഞമാണ്, ഒരു ദൈവിക കാര്യമാണ്, ഒരു ആഘോഷമാണ്. ഇതിനാണോ പോകേണ്ടത്, അതോ കുറച്ച് ആപത്തിൽപ്പെട്ട ആൾക്കാരെ രക്ഷിക്കാനാണോ പോകേണ്ടത്? ഏതാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്? സാധാരണക്കാരൻ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ഏറ്റവും ആദ്യം രാജാക്കന്മാരെ രക്ഷിക്കണം, അവരെ തല പോകുന്നതാണ് അവർ പറയുന്നത്, അപ്പോൾ അവരെ രക്ഷിക്കുകയാണ് വേണ്ടത്. അല്ല, കാരണം രാജസൂയത്തിന് പോയി കഴിഞ്ഞാൽ ഇവരെ, അതായത് ഈ രാജാക്കന്മാരെയൊക്കെ ബലി കൊടുക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസം അതിൽ പറഞ്ഞിട്ടുണ്ട്, ആ ദിവസത്തിന് മുൻപ് ചെന്നാൽ അവരെ രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ദിവസത്തിന് മുൻപായിട്ട് ദിഗ്വിജയത്തിന് പോയാൽ മതിയല്ലോ. അപ്പോൾ ജരാസന്ധനെ അതിൻ്റെ മുറ പോലെ ചെന്ന് അദ്ദേഹത്തിനെ വധിക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെ സാധിക്കുമ്പോൾ രാജാക്കന്മാരെ സ്വാഭാവികമായിട്ട് മോചിപ്പിക്കാമല്ലോ. ആ മോചിപ്പിച്ച രാജാക്കന്മാരെല്ലാവരും കൂടി രാജസൂയത്തിന് പങ്കെടുത്തു എന്നും കൂടി പറയാറുണ്ട് ആചാര്യൻ. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇന്ന സമയത്ത് വേണം ചെയ്യാൻ എന്നുള്ളത് നമ്മളെക്കാൾ അറിയുന്നത് ഈശ്വരനാണ്. അപ്പം നമുക്ക് എന്താണ് റോളെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കൂടി വാരിക്കെട്ടി ഒരു ഭാണ്ഡത്തിലാക്കിയിട്ട് നേരെ കൊണ്ടുപോയി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. ഭഗവാനെ, എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ പരിഹരിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ല, അതിനുള്ള മനസ്സുമില്ല, അതിനുള്ള അറിവുമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇത് ഓരോന്നോരോന്നായിട്ട് ഭഗവാൻ എടുത്ത് നോക്കിയിട്ട് വേണ്ട പരിഹാരമൊക്കെ ചെയ്തു തന്നാൽ മതി. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് ഭഗവാനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എനിക്ക് വേറെ ഒന്നും അറിയില്ല. എന്നെ രക്ഷിക്കാൻ ഭഗവാൻ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കണേ. അപ്പം ഞാൻ എന്താ ചെയ്യണേ, ഞാൻ ഭഗവാന്റെ പാദത്തിൽ ഇങ്ങനെ മുറുക്കി കെട്ടിപ്പിടിച്ചിവിടെ ഇരിക്കും. അപ്പോൾ ഭഗവാൻ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങ് വേണ്ട പോലെ നേരെയാക്കി തരും. ഇങ്ങനെ പറഞ്ഞാലത്തെ ഗുണം എന്താണെന്നറിയോ, നമുക്ക് ആ ഒരു താമരപ്പൂ പോലുള്ള പാദത്തിൻ്റെ സുഗന്ധത്തിൽ അങ്ങനെ ഇരിക്കാൻ പറ്റും, സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. ഒരിക്കലും നമ്മൾ നമ്മുടെ പ്രശ്നത്തിനെ കുറിച്ച് ബോധരാവാതെ ആ പ്രശ്നങ്ങളപ്പോൾ ഭഗവാൻ എന്താ ചെയ്യുക, വീണ്ടും നീ എൻ്റെ അടുത്തേക്ക് എന്നെ വന്നൂലേ, ഇനിയിപ്പോൾ ഞാനിതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണ്ടേ, എന്നെ കൊണ്ട് ഇതിനൊന്നും വയ്യ, ഇങ്ങനെ പറയണ ഒരു ഈശ്വരനാണോ അവിടെ? ഒന്നുമല്ല. നമ്മളെ ആ പാദത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിക്കും ഭഗവാൻ, നമ്മുടെ അടുത്ത് തന്നെ നിൽക്കും, നമ്മളെ മുറുക്കി പിടിക്കും. നീ വിഷമിക്കേണ്ട കേട്ടോ, ഈ പ്രശ്നത്തിനൊക്കെ എൻ്റെ കയ്യിലല്ലാണ്ട് ആരുടെ കയ്യിലാണ് പരിഹാരം ഉള്ളത്, ഞാൻ നേരേക്ക് തരാമെല്ലാം എന്ന് പറയുന്ന ഒരു ഉണ്ണികൃഷ്ണൻ നമുക്കില്ലേ. അങ്ങനെ അനുഗ്രഹിക്കാനുള്ള ഒരു ഉണ്ണികൃഷ്ണനുള്ള നമുക്ക് ഉണ്ണിഗണപതി അനുഗ്രഹിക്കാണ്ടിരിക്കും തോന്നുന്നുണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ്റെ പ്രത്യേകത അതും കൂടിയാണ് കേട്ടോ. ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് ഒരാളോടൊരു ഇഷ്ടം വന്നു എന്ന് വിചാരിക്കുക, ആ വ്യക്തിയെ പിന്നെ സകല ഈശ്വരന്മാരും സകല ദേവീദേവന്മാരും അനുഗ്രഹിച്ചിരിക്കും, ഒരു സംശയവുമില്ല. ഇതിന് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം കേട്ടോ. എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു ഉദാഹരണമാണ്. ഞാനിങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് തൊഴുന്ന സമയത്ത് എനിക്ക് നിത്യ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നും, ഭഗവാനെ ഇന്നൊന്ന് ആ ഒരു അവതാരം കൊണ്ട് സ്തുതിക്കണം, നാരായണീയത്തിലെ അവതാരം കൊണ്ട്. അപ്പം ഞാനിങ്ങനെ ഗുരുവായൂരപ്പനോട് ആനന്ദരൂപ ഭഗവന്നെ ഈ ദേവതാരേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചൊല്ലുകയാണ്. അപ്പോഴേക്കും എൻ്റെ തൊഴിലൊക്കെ കഴിഞ്ഞു, ഞാൻ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തൊഴുതു ഇങ്ങനെ നീങ്ങി. അത് കഴിഞ്ഞ് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് പോകുമ്പോൾ ഉണ്ണിഗണപതിയുടെ അവിടെ എത്തി. ഞാനിപ്പോൾ ഉണ്ണിഗണപതിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ആവും ക്ലേശാഭസ്ത്ര ജഗതാം തുമിഹാവിരാസി എന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇതല്ലല്ലോ ചൊല്ലേണ്ടത്, ഞാൻ ചൊല്ലേണ്ടത് ഏകദന്തം മഹാകായം അങ്ങനെ എന്തെങ്കിലും അല്ലേ, അല്ലെങ്കിൽ ഉണ്ണിഗണപതിനെ സ്തുതിക്കണ എന്തെങ്കിലും സ്തോത്രങ്ങളല്ലേ ഞാനിവിടെ ചൊല്ലേണ്ടത്. ഞാനിപ്പോൾ എന്താ നാരായണീയത്തിൽ അവതാരം ചൊല്ലി, ഈ ഉണ്ണിഗണപതി എന്താ വിചാരിക്കുക എന്ന് കരുതിയിട്ട് ഉണ്ണിഗണപതി ഒന്ന് നോക്കി നോക്കൂ. ഉണ്ണിഗണപതി ഉണ്ടല്ലോ, രണ്ട് കണ്ണും കൂടി ഇങ്ങനെ ഇവിടെ ചിമ്മിയിട്ട് ഉറക്കെ ചിരിക്കുന്നുണ്ടാവും. എന്നിട്ട് എന്നെ ഇങ്ങനെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ടാവും. ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്യണ കാര്യം കേട്ടോ. ഉണ്ണിഗണപതി സന്തോഷമായിട്ട് ചിരിച്ചാണ് നമ്മളെ ആ സമയത്ത് നോക്കുക. അപ്പോൾ ഞാൻ ചൊല്ലിയത് അദ്ദേഹത്തിൻ്റെ സ്തുതിയല്ലല്ലോ, വേണ്ട, എന്ത് സ്തുതിയാണെങ്കിലും അദ്ദേഹത്തിന് ആ ഉണ്ണികൃഷ്ണനെ ഇങ്ങനെ നമ്മൾ സ്തുതിച്ച് പാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ തേങ്ങ ഉടഞ്ഞില്ല എന്ന് തന്നെ വിചാരിക്കുക, എന്നാലും പരിഹാരം ഉണ്ടാക്കി തരുന്ന ആ ഉണ്ണി ഗണപതിയുടെ പാദത്തിൽ നന്നായിട്ടൊന്ന് നമസ്കരിച്ചോളൂ. നമുക്ക് എല്ലാവർക്കും നമസ്കരിക്കാം. അപ്പോൾ അടുത്ത ചോദ്യം പറയാം അല്ലേ.
നന്ദന എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത, എൻ്റെ 10 വയസ്സുള്ള മകൾ ഗുരുവായൂർ അമ്പലത്തിൽ വീണ് കിട്ടിയ ഒരു സിൽവർ കോയിൻ വീട്ടിൽ കൊണ്ടുവന്നു. ഇനി വരുമ്പോൾ അത് ഭണ്ഡാരത്തിൻ്റെ മുകളിൽ വെച്ചാൽ മതിയോ? ദോഷമുണ്ടോ പറയണേ. ശരിക്കും നമ്മൾ ക്ഷേത്രത്തിൽ നിന്നൊന്നും എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാം കേട്ടോ. ക്ഷേത്രമുറ്റത്ത് വീണ് കിടക്കുന്ന ഒരു പൂവ് പോലും നമ്മൾ എടുത്തു കൊണ്ടുവരരുത് എന്ന് തന്നെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ 10 വയസ്സായ കുട്ടിയാണ്, അവൾ അറിയാതെ എടുക്കണതല്ലേ. അത് മാത്രമല്ല, അവൾക്ക് ഭഗവാൻ കൊടുത്തതാണോ എന്ന് നമുക്കെങ്ങനെ അറിയാനൊരു വഴിയുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പനോട് തന്നെ ചോദിക്കൂ, ഇത് എന്താണ് ചെയ്യേണ്ടത്? ഇത് എൻ്റെ കുട്ടിക്ക് കിട്ടിയ സമ്മാനമായിട്ടാണോ കരുതേണ്ടത്, അതോ തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണോ വേണ്ടത് എന്ന് 2 പേപ്പറിലാക്കിയിട്ട് ലോട്ടിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇടുന്ന കുട്ടിയോടൊരു പേപ്പർ എടുക്കാൻ പറയും. ആ പേപ്പർ എടുത്ത് എന്താണോ അവളുടെ കയ്യിൽ കിട്ടുന്നത് അതുപോലെ ചെയ്യൂ കേട്ടോ. അടുത്തതായിട്ട്, ചേച്ചി, ഞാൻ നാരായണനാമം ജപിക്കുമ്പോൾ എനിക്ക് ഭഗവാന്റെ ഒരു രൂപം മനസ്സിൽ വരും. പിന്നെ യൂട്യൂബിൽ ഇന്നത്തെ അലങ്കാരം നോക്കുമ്പോൾ അതേ രൂപമായിരിക്കും അന്ന് ശ്രീലകത്ത് ഭഗവാന്. ഇങ്ങനെ ഒരു 5 തവണ സംഭവിച്ചു. എനിക്കത് കാണുമ്പോൾ കരച്ചിൽ വരുന്നുണ്ട്. എന്താ ചേച്ചി ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. കുട്ടി എപ്പോഴൊക്കെയാണോ നാമം ജപിക്കണേ, നാരായണനെ അനുസ്മരിക്കണേ, ഗുരുവായൂരപ്പൻ കൂടെ തന്നെ വന്നിരിക്കുകയാണ്. ആ സമയത്ത് ഒരു രൂപം മനസ്സിലിങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ രൂപം ഇങ്ങനെ ആലോചിച്ചിട്ടാണല്ലോ നാമം ജപിക്കണേ. അപ്പോൾ ഭഗവാൻ വിചാരിക്കും, നിനക്ക് ഇന്ന് ഈ രൂപത്തിൽ കാണണോ, ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന്. അങ്ങനെയാണ് ആ അലങ്കാരം വരുന്നത് കേട്ടോ. കുട്ടിയുടെ കൂടെ എപ്പോഴും ഗുരുവായൂരപ്പനുണ്ട് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് വേണോ? ഇത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അടുത്തതായിട്ട്, ശ്രീജ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, ഞാൻ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, റിപ്ലൈ കിട്ടിയില്ല. ചില ദിവസം ഞാൻ കുളിച്ച് വന്ന് വിളക്ക് കൊളുത്തി ഇരുന്ന് നാമം ചൊല്ലും, എന്നും പറ്റാറില്ല. അപ്പം ഞാൻ വിളക്ക് കൊളുത്തിട്ട് പണി ചെയ്യുമ്പോൾ നാമം ചൊല്ലാറുണ്ട്. അതിൽ തെറ്റുണ്ടോ? നാമം മാത്രമല്ല ശ്ലോകങ്ങളും ചൊല്ലാറുണ്ട്. എന്നിട്ട് ചൊല്ലിക്കഴിഞ്ഞ് കൈ കഴുകി വന്ന് നമസ്കരിക്കാറുണ്ടെന്ന്. ഇത് ഞാൻ കാണാത്തതുകൊണ്ടല്ല, എടുക്കാത്തതുകൊണ്ടാണ്. ഇതൊരു 10,000 വട്ടം പറഞ്ഞിട്ട് എല്ലാവർക്കും മടുത്തിട്ടുണ്ടാവും കേട്ടിട്ട്. നാമം ചൊല്ലാൻ നേരം, കാലം, സമയം ഒന്നും ഇല്ല. എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. ശ്ലോകങ്ങൾ ചൊല്ലാനും ഇല്ല. ശുദ്ധമാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് സമയത്ത് നിന്നും ഇരുന്നും കിടന്നും ഒക്കെ നമുക്ക് ചൊല്ലാം. നമ്മൾ ശുദ്ധമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഏത് മൊമെൻറ്റ്സിൽ എവിടെ വേണമെങ്കിലും വെച്ച് ചൊല്ലാം. ഇനി ആ ശുദ്ധക്കേട് പോലും നോക്കാനില്ല നാരായണനാമം ചൊല്ലാൻ. ഇത് ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുക്കാൻ കേട്ടോ. അടുത്തതായിട്ട്, രസ്ന ചിക്കു എന്ന ഐഡിയയിൽ നിന്നാണ്. നമസ്കാരം ചേച്ചി, എൻ്റെ പ്രാർത്ഥനയും വിഷമങ്ങളും ഒന്നും ഭഗവാൻ കേൾക്കാത്ത പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട്. വല്ലാത്ത വിഷമം മാത്രം. ഒരു കാര്യം വിചാരിച്ച പോലെ നടക്കുന്നില്ല. മെൻ്റലി ഡിപ്രസ്ഡ് ആണ്. എന്നോട് മാത്രമാണോ ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ആരാ പറഞ്ഞ അങ്ങനെ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഗുരുവായൂരപ്പൻ ഒരു പ്രാർത്ഥന പോലും വിഫലാക്കി കളയില്ല. നമ്മുടെ ഒരു നാരായണനാമം പോലും വെറുതെയാക്കി കളയില്ല. നമുക്ക് ഒട്ടും മനസ്സിലാവില്ല എന്താ. എനിക്ക് രസ്നയുടെ പ്രശ്നങ്ങൾ ലൈവിൽ വന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കണേ എന്നുള്ളത് നമുക്ക് എത്ര ചിന്തിച്ചാലും മനസ്സിലാവില്ല. എനിക്ക് എന്താ ഇങ്ങനെ പറ്റിയത്, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വരണത്? ഞാൻ വല്ലാത്ത ഒരു എന്താ പറയുക മാനസികാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട് പല സമയത്ത്, നമ്മളെല്ലാവരും. ആ സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് പറയാറുണ്ട്, സംടൈംസ് യു ആർ സോ ക്രൂവൽ ഗുരുവായൂരപ്പ എന്ന്. ഭഗവാൻ ഇത്രയും ക്രൂവലായിട്ട് പെരുമാറരുത് എന്നൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്. ഇത്രയും ക്രൂവലാവാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. എങ്ങനെയാണ് ഇങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റണത്? ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടും എന്താണ് എനിക്കൊരു പരിഹാരം തരാത്തത്? ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്ന പോലെ ഞാനും ചോദിക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ ഭഗവാന്റെ കയ്യിൽ കൃത്യമായ ഉത്തരമുണ്ട്. ഈ കൃത്യമായ ഉത്തരം പല വഴികളിലൂടെ സഞ്ചരിച്ച് തീർച്ചയായും നമ്മളിലേക്ക് എത്തുന്ന ഒരു ദിവസം വരും. അന്ന് നമുക്കുണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ രസ്നയ്ക്ക് തോന്നുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഗുരുവായൂരപ്പനോട് തന്നെ പറയൂ, എനിക്ക് മനസ്സിലാവണില്ല എന്തുകൊണ്ടാണ് ഭഗവാനെ എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കാത്തതെന്ന്. കുട്ടിക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് മാത്രമേ ഭഗവാൻ തരുള്ളൂ. നമ്മൾ പോയി ആന വേണം, കുതിര വേണം, ചക്ക വേണം, മാങ്ങ വേണം, എന്ത് വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണ എല്ലാം ഒന്നും ഗുരുവായൂരപ്പൻ തരില്ല. അത് തരാതെ നമ്മളിപ്പോൾ പറയുകയാണ് നമുക്കൊരു കുതിര വേണം, എന്തിനാ, സഞ്ചരിക്കാനാണ് നമുക്ക് കുതിര വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാശി പിടിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ചിരിക്കുകയുള്ളൂ. എത്ര നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കുതിരയെ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് കുതിരയെ കിട്ടാത്തത്? കുറേ തവണ നമ്മൾ പ്രാർത്ഥിച്ചു, എന്നിട്ട് നമുക്കത് ശരിയാവണില്ല. എന്താണ് ഈ കുതിരയെ നമുക്ക് കിട്ടാത്തത്? അടുത്ത ദിവസം നമ്മുടെ മുറ്റത്തുണ്ടാവല്ലോ ഒരു ബെൻസ് കാറായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ബെൻസ് കാറിൽ കയറി സഞ്ചരിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും, നാളെ നമുക്ക് കുതിര കിട്ടിയില്ലല്ലോ, സഞ്ചരിക്കാൻ കുതിരയല്ലേ ആവശ്യം. ഈ കാറ് ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ കുതിര ഒരു വെറൈറ്റി അല്ലേ, നമുക്ക് കുതിരയെ എന്തുകൊണ്ട് കിട്ടിയില്ല?
ഈ കാറ് സഞ്ചരിക്കുന്നതിൻ്റെ പകുതി വേഗതയിലേ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോകുന്നുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഈ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നൊരു ദിവസം വരും. കാരണം കുതിരയല്ല കാലോചിതമായിട്ട് യാത്ര ചെയ്യാൻ നല്ലത്, അല്ലെങ്കിൽ ആ കുതിരയുടെ മെയിൻ്റനൻസ് പോലെ അത്ര ബുദ്ധിമുട്ടില്ല ഈ കാലഘട്ടത്തിൽ ഈ ബെൻസ് കൊണ്ട് നടക്കാൻ. അങ്ങനെയൊക്കെയുള്ള കുറേ അതിൻ്റെ തിയറീസ് ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഏറ്റവും നല്ലത് ഇതാണ്, നമുക്ക് ദ ബെസ്റ്റാണ് ഗുരുവായൂരപ്പൻ തന്നിരിക്കണേന്ന്. ഇതേമാതിരിയാണ് എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ കേൾക്കും എന്നല്ല പറയുന്നത്. നമ്മുടെ ഒരു പ്രാർത്ഥന, ഒരു നാമം പോലും വിഫലമാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് ശരിയല്ല, നമുക്ക് നല്ലതല്ല. ഒരമ്മയെ പോലെയാണ് ഗുരുവായൂരപ്പൻ. നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നിട്ട് കുറേ കാര്യങ്ങൾക്ക് വാശി പിടിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കില്ല. ചിലത് പറയും ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല എന്ന് തന്നെ പറയും. അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയും അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമില്ല കേട്ടോ, അമ്മ പഴയ പോലെയൊന്നും അല്ല, ഞാൻ പറയണത് ഒന്നും അമ്മ കേൾക്കില്ല, അമ്മയ്ക്ക് എന്നെ ഇപ്പോഴത്തെ പഴയ പോലെയൊന്നും അല്ല, തീരെ ഇഷ്ടമില്ല എന്ന് പറയും. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ചിരിക്കും. ശരി, ഇത് നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ എന്ന് പറയും നമ്മൾ. ഞാനൊക്കെ സ്ഥിരം പറയാറുള്ളത്, ഇന്ന് നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പം നിനക്കിത് മനസ്സിലാവില്ല, പക്ഷെ ഞാനിപ്പോൾ ഇത് ചെയ്യില്ല, ഇങ്ങനെ പറയാറുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് കുറച്ചുകൂടെ വലുതായാൽ അവൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവന് മനസ്സിലാവും. എൻ്റെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വാശി പിടിക്കും. എന്താ പറയുക, ചില സ്ഥലത്തേക്കൊക്കെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട്, ഞാൻ അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കട്ടെ, ഞാൻ തന്നെ പോയി നിൽക്കട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും പറ്റില്ല. അപ്പോൾ പറയും അല്ല, ഞാൻ തന്നെ പോയാൽ എന്താ കുഴപ്പം? ഞാൻ പറയും ആ കുഴപ്പം ചിലപ്പോൾ നിനക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും അമ്മ എന്തുകൊണ്ടാണ് അന്ന് എന്നെ തന്നെ പറഞ്ഞേക്കാതിരുന്നത്. അപ്പോൾ ഒരുപാട് വാശി പിടിക്കും. ഞാൻ വലിയ കുട്ടിയായില്ലേ, എന്തുകൊണ്ട് എന്നെ പറഞ്ഞേക്കണില്ല, എനിക്ക് എന്താ പോയാൽ കുഴപ്പം, ഇങ്ങനെയൊക്കെ കുറേ വാശി പിടിക്കുമ്പോൾ അവസാനം ഞാൻ പറയും ഇതിനെല്ലാം ഉള്ള ഉത്തരം കുട്ടിയുടെ ഉള്ളിലുണ്ട്, പക്ഷെ അതിപ്പോൾ വരില്ല, കുറച്ചും കൂടെ കഴിഞ്ഞാലേ വരുള്ളൂ എന്ന്. ഇതേമാതിരിയാണ് ഗുരുവായൂരപ്പനും. കാത്തിരിക്കൂ രചനയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അധ്യായങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുള്ള കുട്ടിയാണ്, ഉറപ്പായിട്ടും ഗുരുവായൂരപ്പൻ കൂടെ കൊണ്ട് നടത്തുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ വിശ്വസിക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്കറിയാം ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.